ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധിയെ വാസിഷ്ഠായ നമോ നമ. ശുക്ലാംബരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തി. ഓം ഗംഗണപതിയെ മോ സംസരസ്വതിയെ രാമായ രാമദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതിയേ നമ. ഹരേ രാമ രാമ രാമ. ഉത്തരാമായണം 3-ാം അധ്യായം. വെല്ലവും പാൽക്കുളവും പഞ്ചസാരയും തേനും വെള്ളത്താലത്തിലുണ്ടു വെച്ചിരിക്കുന്നു ബാലെ. എല്ലാമേ ഭുജിച്ചു നിൻ മാനസം തെളിഞ്ഞുടെ നല്ല സൽക്കഥ പറഞ്ഞിടണം കിളിപ്പെണ്ണേ. രാമമാഹാത്മ്യം പറഞ്ഞിടണം എന്നോട് നീ. രാമനാമത്താലല്ലോ മോക്ഷത്തെ പ്രാപിക്കുന്നു. സീതാ തിരോധാനം. തൽക്കാലേ സീതാദേവി തന്നെ പുത്രന്മാർ ഉൾക്കാമ്പിലറിഞ്ഞിതു. രാഘവൻ തിരുമടി ഗോമതി തീരെ വാഴും വാൽമീകി തന്നെ കാൺമാൻ രാമഭദ്രം ഒരു ദൂതനെ നിയോഗിച്ചാൽ ജാനകീദേവി ശുദ്ധയെങ്കിൽ കൈക്കൊള്ളാമല്ലോ നാനാ ലോകരും കാണുകെ പ്രത്യം ചെയ്തീരണം എന്നത് ദൂതൻ ചൊന്ന നേരത്തു വാൽമീകിയും നന്നിതു നാളെ തന്നെ സത്യം ചെയ്യിക്കാമല്ലോ എന്നു വാൽമീകി അരുൾ ചെയ്തത് കേട്ടു ദൂതൻ വന്നു രാഘവൻ തന്നോട് ഉണർത്തിക്കുകയും ചെയ്താനുണ്ടല്ലോ നാളെ സീതാ ശപഥം മഹാജനം കണ്ടുകൊള്ളണമതു താപസാദികളെല്ലാം എന്നത് കേട്ട് മഹാലോകരും പ്രശംസിച്ചാർ. വന്ധ്യനം വാൽമീകിയും ആദരാൽ പുറപ്പെട്ടാൻ ശ്രീ ഭഗവതിയോടും വിരിഞ്ചൻ വരും പോലെ താപസോത്തമൻ സീതാദേവിയുമായി വന്നാൻ. പാരതിൽ കുലനാരീവരമാരിവളോടു നേരായി കാൺമാനില്ല കേൾപ്പാനുമില്ല നൂനം എന്നെല്ലാം പ്രശംസിച്ചാർ. കണ്ടു നിന്നവരെല്ലാം അന്നേരം വാൽമീകിയും രാഘവനോട് ചൊന്നാൽ സത്യമെന്നിയെ പറഞ്ഞറിവിൽ ഒരു നാളും പൃഥ്വീ നന്ദനയായ ജാനകീ ദേവിക്കേതും ദൂഷണമില്ലെന്നൊരു സത്യം ഞാൻ ചെയ്തിടുവൻ. യോഷമാർമണിയായ ലക്ഷ്മിയായതും ഇവൾ നിനക്കു ശങ്ക തീരുന്നില്ലെങ്കിലോ നീ ചൊല്ലിയാൽ അനർത്ഥം കൂടാതെ കണ്ടവൾ താൻ അറിയിക്കും. ഇന്ദിരയോടി പറഞ്ഞാൽ അതു തന്നെ മതി, ചിന്തിച്ചു കണ്ടാലതിന്മീതെയൊല്ലൊരു സത്യം. വഗ്നിദേവനും മഹാദേവനും വിരിഞ്ചനും അന്യദേവന്മാരും ഈതെന്നോട് ചൊന്നാരല്ലോ. അന്ധനായി വിചാരമില്ലായകയാൽ ഉപേക്ഷിച്ചേൻ നിന്തിരുപടി അത് പുറത്തു കൊള്ളേണമേ. മുറ്റും ഞാൻ അപവാദം പേടിച്ചു തന്നെ ചെയ്തേൻ, കുറ്റമില്ലവൾക്കെന്നറിയില്ലല്ലോ. ഇന്നിനി മഹാജന മറിയുമാറു സത്യം ധന്യാം ഇവൾ ചെയ്തിട്ടടവാദം തീർപ്പാൻ. അന്നേരം ബ്രഹ്മവാദിയുള്ള ദേവഗണം വന്നൊക്കെ നിറഞ്ഞതാകാശാന്ത വിമാനാഗ്രേ. മാനുഷജനങ്ങളും രാക്ഷസപ്രവരും വാനരന്മാരും മുനിവൃന്ദരും ദ്വിജന്മാരും വന്നൊക്കെ നിറഞ്ഞപ്പോൾ ഉണ്ടായതൊരു ചിത്രം. മന്ദമായ ശൈത്യ സൗരഭ്യാദിയാം ഗുണക്കോടും വന്നൊരു സമീരണൻ വീശിനാൻ എല്ലായിടവും വന്നൊരാനന്ദം പൂണ്ടു മേവിനാരെല്ലാവരും. പരമഗുണവതിയാകിയ സീതയപ്പോൾ വരനെ തന്നെ നോക്കി കണ്ണുനീർ വാർത്തു ഖേദമെത്രയും നിറഞ്ഞുള്ള മാനസത്തോടും മേദിനി പുത്രി പറഞ്ഞിരുന്നാൾ. അതുനേരം സത്യം ഞാൻ ചൊല്ലിയിടുന്ന എല്ലാവരും കേട്ടുകൊള്ളുവിൻ. വൃത്തമൻ 14 പേരുമുണ്ടറിഞ്ഞിട്ടു ഭർത്താവ് തന്നെ ഒഴിഞ്ഞന്യ പുരുഷന്മാരെ ചിത്രത്തിൽ പോലും കാക്ഷിച്ചില്ലേകനാ മാതാവേ ഞാൻ. സത്യമിതെങ്കിൽ മമ നൽകിയിടൊരനുഗ്രഹം സത്യമാതാവേ. സകലാധാരഭൂതേ നാഥേ തൽക്ഷണേ സിംഹാസനഗതിയായി ഭൂമി വിളർന്ന് നക്ഷീണാദരം സീത തന്നെയും എടുത്തുടനെ സസ്നേഹം ദിവ്യരൂപം കൈകൊണ്ടു തരാദേവി. രത്നസിംഹാസേന വച്ചാശു കീഴ്പോട്ട് പോയാൾ. വിശ്വമാതാവ് പാതാളാന്തെ പോയി മറിഞ്ഞപ്പോൾ വിശ്വവും നിശ്ചലമായി തന്നേരം തന്നെ വിസ്മയപ്പെട്ടു നിന്നാർ കണ്ടൊരു ജനമെല്ലാം. സസ്മിതം പുഷ്പവൃഷ്ടി ചെയ്തു ദേവകളെല്ലാം കണ്ണുനീർ വാർത്തു കുമ്പിട്ടു നിന്നീഴ്ന്നാൽ. മന്നവെന്താനും മരനാഴിക നേരം പിന്നെ വന്ന കോപത്തോട് ചൊല്ലിയിടാൻ രാമൻ. ഭൂമി തന്നോട് മമ മതമന്തെന്നു ധരിക്കാതെ എന്നുടെ മുമ്പിൽ നിന്ന് സീതയെ കൊണ്ടുപോയി അന്യായം എന്ന് വരുത്തിയിടുവനതുനാ ഞാൻ. ഭൂതലം ജലവയമാക്കുവൻ നിന്നേ മുതൽ
ഭൂതങ്ങൾ നാലേയുള്ളൂ ന്യൂനമെന്നാക്കിയുടൻ ക്രുദ്ധനായി രാമചന്ദ്രൻ ചൊന്നതു നേരം സത്വരൻ പരിത്രസ്തമായത് ഭുവനവും അന്നേരം പ്രജാപതി താനും ദേവകളുമായി വന്നിതു തതുർമുഖൻ രാമചന്ദ്രോപാനത്തിൽ പത്മലോചനം വീണ് നമസ്കാരവും ചെയ്തു പത്മസംഭവൻ താനും അരുളി ചെയ്താനപ്പോൾ എന്തൊരു ബന്ധം ഇത്ര കോപമുണ്ടാവാൻ ഇപ്പോൾ ചിന്തിച്ചു കാണുക നീ ആരെന്നതു പരമാർത്ഥം വൈദേഹിയോടുകൂടി മേലും വാഴാമല്ലോ ഖേദവും കൂടാതെ കണ്ട ആനന്ദ സമന്വിതം മുഖ്യമാ മനുഷ്യ ജന്മത്തെങ്കിലെല്ലാവർക്കും ദുഃഖ സൗഖ്യങ്ങളിട കലർന്നുണ്ടറിയുക നീ വാൽമീകി ചൊന്ന കാവ്യമാകിയ രാമായണമാമോദം വരുമാറ് ശേഷവും കേട്ടിടു നീ എന്നാൽ നിന്നുടെ മായാമോഹമെല്ലാമേ നീങ്ങുമെന്നരുൾ ചെയ്തു മറഞ്ഞിടിനാർ വിധാതാവും മാധുര്യമോട് കുശലവന്മാർ ഗാനം ചെയ്താർ സാമോദം രാമായണം കേട്ടത് സമസ്തരും അത്ഭുതം അഭ്യസ്ത സ്നാനഘോഷങ്ങൾ ചൊൽവാൻ സർപ്പരാജനും പാണി വാഗ്മങ്ങി പോരായല്ലോ നാനാദേശന്മാരായ രാജാക്കന്മാരെ എല്ലാം ആനന്ദിപ്പിച്ചു പറഞ്ഞേച്ചു രഘുവരൻ സുഗ്രീവാദികളായ വാനരേയും തഥാ രാക്ഷസപ്രവരനാഗ് വിഭീഷണേയും ഭക്തനാം ജഗൽ പ്രാണപുത്രനെ വിശേഷിച്ചും ചിത്രാനന്ദേന യാത്ര വിരിച്ചോരനന്തരം താപസതിജന്മാരെയും അയച്ചതി ശോഭയോട് അയോധ്യയെ പ്രാപിച്ചു പടയോടും ധർമ്മേണ ജഗത്രയം പാലിച്ചു വാഴും കാലം അമ്മമാർ പരലോകം പ്രാപിച്ചതാരെല്ലാവരും പൈതൃകർമ്മ മുദ്ര ചെയ്തത് പുത്രന്മാരും ഭൂദേവന്മാർക്കു ധനരത്നങ്ങൾ ദാനം ചെയ്തു അമർത്യാലെ ദശരഥനോട് ഒരുമിച്ചു രമിച്ചു വാണിയിടിനാരവരും ചിരകാലം അങ്ങനെ രാമാദികൾ വാഴുന്നാൾ ഒരു ദിനം മങ്ങാതേ ഗജാശ്വരത്നാഭരണാദികളും കൊടുത്തു പുരോഹിതൻ തന്നെയും അയച്ചിതു പടുത്തമേറും യുധാജിത്തു കേകേ നൃപൻ അവനും അയോധ്യ ബുക്കവയെല്ലാമേ പുനരവനീപതീന്ദ്രന് കൊടുത്തു കണ്ടിയിടിനാൽ അവയെല്ലാമേ പരിഗ്രഹിച്ചു നരാധിപൻ അവനെ വഴിപോലെ പൂജിച്ചു സമ്മാനിച്ചാൽ സാദരം അവനോട് ചോദിച്ചു രഘുപതി മാതുലൻ സുഖേന വാഴുന്നിതോ രാജ്യത്തിങ്കൽ എന്തോന്ന് വിശേഷിച്ച് ചൊല്ലിവിട്ടതുമെല്ലാം സന്തോഷത്തോട് ഭവാൻ എന്നോട് ചൊല്ലിയിരണം എന്നത് കേട്ട് പുരോഹിതനും മുര ചെയ്തു നന്നായി സുഖേന വാഴുന്നത് നൃപാധിപൻ ചൊല്ലിവിട്ടവസ്ഥകൾ കേട്ടാലുമെങ്കിൽ ഭവാൻ വല്ലഭമേറെയുള്ള ഗന്ധർവ പ്രവരന്മാർ പൂർവസാഗരതീരെ ശൈലൂഷതന്യന്മാർ മേവിനാർ 3 കോടി പടയുമായി നിത്യം അവരെ യുദ്ധം ചെയ്ത് ജയിച്ചിടുകിലിപ്പോൾ അവിടം ഒരു രാജ്യമാക്കി വാണിയിടാമല്ലോ മന്നവർമ്മൻ എന്നത് കേട്ടു സന്തോഷത്തോട് തന്നുടെ സഹജനം ഭരതനോട് ചൊന്നാൻ പോകണം ഭവാനർത്ഥ പുരുഷകാരത്തോടും കേകെ രാജ്യത്തിന് താമസവരോടും ധീരന്മാരായ സേനാപതി വീരന്മാരോടും വാജിരഥകാരാളാം പടയോടും അർത്ഥവും വേണ്ടുവോളം കൊണ്ടുപോയി കൊള്ളുക വേണം യുദ്ധം ചെയ്താച്ചു ഗന്ധർവാരെ നിർഗ്രഹിച്ചാൽ തക്ഷകരെയും തഥാ പുഷ്കരനെയും തത്ര ശിക്ഷിച്ചു 2 രാജ്യത്തെങ്കിലും വാഴിച്ചു വൈകാതെ വന്നിടുക പുത്രന്മാരിരുവർക്കും കേകയന്മാരെ തുണയാക്കി പോരിക ഭവാൻ ഭൂപതി തന്നെ തൊഴുത നേരം ഭരതനും ശോഭനമായ മുഹൂർത്തം കൊണ്ട് പുറപ്പെട്ടാൻ പക്ഷികൾ മൃഗങ്ങളും ഭൂതപൈശാചങ്ങളും ഭക്ഷണാർത്ഥികൾ കൂടെ മുൻപിൽ നടകൊണ്ടാർ കേകെ രാജ്യം ചെന്ന് പുക്കിത് ഭരതനും ഭഗിനി തന്നെ പുണർന്നാൾ യുധാജിത്തും തന്നുടെ പടയോട് കൂടെ പുറപ്പെട്ടാൽ ചെന്നു ഗന്ധർമാരോടേറ്റിതു മഹാബലം 7 അഹോരാത്രം ഒരുപോലെ യുദ്ധവും ചെയ്ത് കോഴ പൂണ്ടിതു പടയ്ക്കന്നേരം ഭരതനും കാലാസ്ത്രം പ്രയോഗിച്ച് ഗ്രന്ഥന്മാരെയെല്ലാം കാലമന്ദിരം പ്രാപിപ്പിച്ചത് രഘുതരം ഒടുങ്ങി 3 കോടി പടയും ഗന്ധർന്മാരടങ്ങി രാജ്യം 2 കോട്ടയും അതുകാലം 5 വത്സരം കൊണ്ട് രാജശിക്ഷയും ചെയ്തു കിഞ്ചന ഭയം വിധ പുത്രന്മാരെയും തത്ര വാഴിച്ചു മാതുരനെ ഭരമേൽപ്പിച്ചു താനും ഘോഷിച്ചു പുറപ്പെട്ടു വനമയോധ്യ വന്നയോധ്യയും പുക്കാൻ രാമചന്ദ്രനെ കണ്ടു വന്ദിച്ചു വൃത്താന്തങ്ങൾ ആമോദം വരുമാറ് കേൾപ്പിച്ചാൻ അഖിലവും അങ്കദനെയും ചന്ദ്രകേതുവാം അവനെയും എങ്ങനെ വാഴിക്കാവോ ചൊല്ലുവിനന്നേരം മതീമാനങ്കദനെ വാഴിക്കാമിനി താരാപദമാവനിയിലെന്നതു ഭരതനും ചന്ദ്രകേതുവിനെയും വാഴിക്കാമല്ലോ പിന്നെ ചന്ദ്രകാന്തത്തിങ്കൽ നിർമ്മിച്ചൊരു
പുരവരെ എങ്കിലോ താരാപതേ വാഴിക്കൻ അഭിഷേകമംഗതൻ തനിക്ക് ചെയ്തരുളി ചെയ്ത് നാഥൻ മംഗലം വരുമാറു പശ്ചിമദിശി ഭവാൻ അംഗതനെയും കൊണ്ടുപോക സൗമിത്രേ ശീഘ്രം ചന്ദ്രകാത്യാഗ്രദേശേ വാഴുകന്ന അഭിഷേകം ചന്ദ്രകേതുവിന് ചെയ്തിടിനാൽ ജഗന്നാഥൻ ഉത്തരദിശി പോക ഭരതനിവനുമായി സത്വരം കാര്യം സാധിച്ചത്രൈവ വന്നിടുന്നീ ആജ്ഞാപിച്ചയച്ചോറിരുവരും ബദ്ധമോദേന പുറപ്പെട്ടതു പടയുമായി ഏകവത്സരം കൊണ്ട് സാധിച്ചു കാര്യങ്ങൾ സാകേതപുരിപൊക്കു ഭരതതനൂജനും കാകുൽസ്ഥനവരജന്മാരും അയോധ്യയിൽ ഭോഗത്തോടിരുന്നതു പിന്നെയും അനേകം നാൾ. അക്കാലം യമൻ മുനിവേഷമായി വന്നിടിനാൽ പോയിക്കൊള്ളും അയോധ്യയിൽ രാമചന്ദ്രനെ കാണുവാൻ ഗോപുരദ്വാരത്തിങ്കൽ ചെന്നു നിന്നതു കാലം. താപസൻ സൗമിത്രരെ കണ്ടുടൻ അറിയിച്ചാൽ ഞാനൊരു മഹാമുനിശ്രേഷ്ഠൻ തന്നുടെ ദൂതൻ മാനവേന്ദ്രനെ കാണുവാനായി വന്നേനറിഞ്ഞാലും ഭൂപതി തന്നോട് എന്നറിയിക്കയെന്നു താപസൻ പറഞ്ഞതു കേട്ടു ലക്ഷ്മണൻ ചെന്നു സംഭ്രമത്തോടെ ഉണർത്തിച്ചതു കേട്ട നേരം സംപ്രീതിപ്പോണ്ട് വന്നിച്ചു മുനീന്ദ്രനെ എന്തവിമതമെന്ന് ചൊൽകുന്നു കേട്ട നേരം സന്തോഷത്തോട് പറഞ്ഞിടിനാൽ മുനീന്ദ്രനും ആരും കൂടാതെ തമ്മിൽ തന്നെ മന്ത്രിക്കാവണ്ടും കാര്യമുണ്ടതിന് നീയൊന്ന് ചെയ്യുകയും വേണം ഓരോന്നും തമ്മിൽ പറഞ്ഞിരിക്കുന്നതിൻ മധ്യേ ആരാനും വരികിൽ നീ അവരെ വധിക്കണം എന്നതെന്നോട് സത്യം ചെയ്യിൽ ഞാൻ അഖിലവും വന്ന കാര്യങ്ങൾ പറഞ്ഞിടുവാൻ തരാവതേ എന്തതിനൊരു ദണ്ഡമത് ഞാൻ ചെയ്തിടുവാൻ ചിന്തിതം എന്നോട് അറിയിച്ചാലും വൈകിടാതെ. ലക്ഷ്മണ നീ താൻ തന്നെ ഗോപുരദ്വാരത്തിങ്കൽ നിൽക്കണ. താപസൻ പോവോളം ഒരുത്തരും ഇങ്ങോട്ട് കടന്നു വന്നീതാടെ നിർത്തിയേണം. അങ്ങനെ തന്നെയെന്ന് ലക്ഷ്മണൻ ചെയ്താൽ ഗോപുരദ്വാരേ ചെന്ന് നിന്നതും സൗമിത്രിയും താപസിനോട് രഘുനാഥനും ഉര ചെയ്താൽ മന്ത്രശാലയിൽ പോക വിജനത്തിങ്കൽ തവ ചിന്തിതം എല്ലാം എന്നോട് അറിയിക്കുകയും വേണം. താപസൻ താൻ രഘുനാഥനെ അറിയിച്ചാൽ ഭൂപതയെ കേട്ടുകൊള്ള ഞാൻ വന്ന കാര്യമെല്ലാം. ധർമ്മതൽപരനായ ധർമ്മരാജൻ ഞാനിഹ ബ്രഹ്മാവിനരുളപ്പാടെല്ലാമേ ചൊല്ലാമല്ലോ. ചിന്മേനായ ഭവാൻ ആദികാലത്ത് മുതാ സർവലോകങ്ങളെയും തങ്ങളെ അടക്കിക്കൊണ്ട് അവ്യനായ ഭവൻ നാഭി പങ്കജത്തിങ്കൽ എന്നെയും നിർമ്മിച്ചു നന്ദാകൃതി പൂണ്ടു പന്നകമായ തൽപ്പി പള്ളി കൊള്ളുന്ന നേരം തന്നെ കർണാമലം കൊണ്ട് നിർമ്മിച്ചിടിനാനുന്നതന്മാരാ മധുകൈടവാസുരന്മാരെ യുദ്ധം ചെയ്ത 5000 ദിവ്യവത്സത്തിനാൽ ഉദ്ധതന്മാരെ വധിച്ചവർകൾ മേധസ്സിനാൽ മേതിരി തന്നെ നിർമ്മിച്ചു. അനന്തരം ഭവാൻ ദാതാവാമെന്നെ കണ്ട് നിർമ്മിച്ചതു പിന്നെ നാനാജന്തുക്കളെയും 7 ലോകങ്ങളെയും മാനമോടെ മറ്റേ താങ്ങുന്നതും നീ താനല്ലോ. ഓരോരോ തരം അവതാരം ചെയ്ത് ഇന്ദ്രാദികൾക്ക് ഓരോ തരമുണ്ടാപത്തു തീർത്തുകൊണ്ട് ധർമ്മത്തെ സ്ഥാപിച്ച് അധർമ്മത്തെ ക്ഷയിപ്പിച്ചു കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു രക്ഷിക്കുന്നതും ഭവാൻ. ഇക്കാലം ദശരഥപുത്രനായി പിറന്നു ഇക്ഷാകു വംശത്തെയും വർദ്ധിപ്പിച്ചനുദിനം വത്സരം 11,000 ചെന്നു. ഭക്തവത്സല കാലം ത്രേയതേതായുഗം എന്നറിഞ്ഞാലും മാനുഷവേഷം പൂണ്ട് ഭൂമിയിൽ വസിച്ചതും മാനവവീരം മതിയെന്നു ദാതാവിൻ മതം. ബാലന്മാർ താതനോട് പറയും വണ്ണം ഞാൻ ഇക്കാല ദേശാവസ്ഥകൾ ചെന്നത് ധരിച്ചാലും ദാതാവ് മുന്നം അപേക്ഷിച്ച കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചിപ്പോഴവതാര കാര്യങ്ങൾ നാഥ വൈകുണ്ഠലോകത്തെങ്കിൽ എഴുന്നള്ളുവാൻ കാലം വൈകരുതെന്നു ദാദാ ചെയ്യാൽ വന്നു ഞാനും. എന്നുടെ മനസ്സിലുമുണ്ടിതു പിതൃപതേ വന്നിടുന്നുണ്ട് കാലം വൈകാതെ ഞാനും ന്യൂനം. എന്നിവർ തമ്മിൽ പറഞ്ഞിരിക്കുന്നതിൻ മധ്യ വന്യ ദുർവാസാവും ഗോപുരദ്വാരത്തിങ്കൽ ലക്ഷ്മണനോട് മുനിമുക്കരരുൾ ചെയ്തു. ലക്ഷ്മി വല്ലഭനെ കാണുമായി ഞാനതത്രേ നിൽക്കുന്നിതെന്ന് ചൊന്നു വൈകാതെ പറക നീ സൽക്കരിപ്പതിനെ പാർപ്പിച്ചിടരുതേതും എന്നത് കേട്ടു ഭീതി പൂണ്ട ലക്ഷ്മണൻ ചൊന്നാനിന്നഭിമതം എന്തെന്നരുളി ചെയ്യുകേ വേണ്ടു. അല്ലാകിൽ മുഹൂർത്തം നിന്നരുളിയിടുക വേണമല്ല അഗ്രജുനു കാൽക്ഷണം കാലം പോറ്റി എന്നത് കേട്ട് മുനി കോപം പൂണ്ടരുൾ ചെയ്തു. ഇന്നിനെ പാർപ്പിക്കാൻ എനിക്കില്ല അവസരമേതും ഭൂപതി തന്നെ കാണുവാനില്ല അവസരമെങ്കിൽ ശാപത്താൽ മുടിപ്പൻ ഞാൻ ഭാനു വംശത്തെയെല്ലാം എന്നത് കേട്ട നേരം സൗമിത്ര വിചാരിച്ച ഇന്ന് ഞാൻ മൂലം മുടിഞ്ഞിടല്ലോ വംശനാശത്തിൽ നല്ലോ ഞാൻ ഏകൻ മരിപ്പതും സംശയമില്ലെന്നോർത്ത് സൗമിത്ര പുറപ്പെട്ടാൽ
രാമചന്ദ്രനെ കണ്ടു തൊഴുകയും ചൊല്ലിയിടിനാൽ വാമദേവാംശോത്ഭുവൻ താപസന്തരിപുരൻ ഗോപുരദ്വാരത്തിങ്കിലുണ്ട് നിൽക്കുന്നു കാൺമാൻ താപസോത്തവൻ തന്നെ ചെന്ന് വന്ദിച്ചീണം മിത്തമാകർണി കാലാക മുനി തന്നെ സത്വരം പോകന്നുടനെ പുറപ്പെട്ടാൻ അത്രിപുത്രനെ തൊഴുതന്തഭിമതമെന്നു ചിത്തമോദേന ചോദിച്ചുളവ ചെന്നാൽ മുനി 1000 സംവത്സരമുണ്ടു ഞാൻ അചനായിരിക്കുന്നു പുനരിന്നവസാനം പാരണ ചെയ്തിടമെന്നതിനെനിക്കിപ്പോൾ പാരാതി തരിക നീ ഭോജനമെന്ന നേരം മൃഷ്ടായന്നം കൊളുത്തിയിടിനാർ നരേന്ദ്രൻ തുഷ്ടിപ്പോണ്ടിത് മുനി തൃപ്തനായ അതു നേരം ആശീർവാദം ചൊല്ലിപ്പോയത് മുനീന്ദ്രനും ആചുമാനത്തെ ചിന്തിയിടാൽ നരവതി നമ്മിലെ സംവാദങ്ങൾ കഴിഞ്ഞു കൂടും മുമ്പേ നമ്മളും വരുന്നവരെ വധിപ്പാ ഞാനെന്ന് താപസനോട് സത്യം ചെയ്തേനല്ലോ വന്നിഹ പറഞ്ഞതു ലക്ഷ്മണനല്ലേ താനും എങ്ങനെയാം അവരെ ഞാൻ കൊല്ലുന്നു നിരൂപിച്ചാൽ മംഗലമല്ല സത്യലംഘനം ചെയ്യുന്നതും എന്നുടെ പരിതാപം കണ്ടാലും അയ്യോ പാവം എന്നു ഖേദിച്ചീണ്ടാൽ മാനവ പ്രവരണം ആനന്ദാബ്ജവും കുമ്പിട്ടാതിയിൽ മുഴുത്തതി ദീനമായി മരുവീടും അഗ്രജൻ തന്നെ കണ്ട് സന്തുഷ്ട ഭാവത്തോട് സുമിത്രാപുത്രൻ ചൊന്നാൽ സന്താപം എന്നെ കുറിച്ചുണ്ടായിടല്ല നാഥ സത്യത്തെ രക്ഷിച്ചോൾകെന്ന് വിഗ്രഹിച്ചു നീ ചിത്തത്തിലല്ലിരിക്കുന്നു കാരുണ്യമുണ്ടാകല്ലോ ഇത്തമോരോന്നേ സുമിത്രാപൻ ചൊല്ലും തോറും എത്രയും വളർന്നു സന്താപം മേൽക്കും മേലേ മന്ത്രികളോട് കുലാചാരജനത്തെയും നിൻ തിരുമുമ്പിൽ വരുത്തി പറഞ്ഞു നിർഭൻ സന്താപം മൂലമെല്ലാം കേട്ടൊരു വസിഷ്ഠനും ചിന്തിച്ചു നാരദനോട് ചെയ്താൽ സത്വരം സൗമിത്രേ വധിച്ചു പാലിക്ക നീ സത്യത്തെ എന്നാകിൽ മറിയും ധർമ്മമെല്ലാം ധർമ്മനാശത്താ ജഗത്തെയും മുടിഞ്ഞുപോകും നിർമ്മലന്റെ ശരൻ നിന്നുടെ താതൻ മുന്നം പുത്രസ്നേഹത്തെ ഉപേക്ഷിച്ചു പാലിച്ചാനല്ലോ സത്യത്തെ അതുമൂലം തനിക്ക് ദുഃഖത്തിനായി മൃത്യു വന്നതും പുനരെന്നതും ധരിക്ക നീ പൃഥ്വീപാലന്മാരായി സത്യത്തെ രക്ഷിക്കേണം പുത്രദ്വാരാർത്ഥികളോട് വേർപെട്ടിയിടാതെ ഈ ത്രിലോകത്തിലൊരുമില്ലെന്ന് ആരുമില്ലെന്ന് ധരിച്ചാലും സോദര സ്നേഹം തവ പാരമുണ്ടറിഞ്ഞു ഞാൻ സാദരം എന്നാകിലും സത്യത്തെ രക്ഷിക്കണമെന്നവർ പറയുന്ന വാക്കുകൾ കേട്ട നേരം തന്നുള്ളിൽ വളർന്നൊരു ദുഃഖത്താൽ നരേന്ദ്രൻ പോക സൗമിത്രേ ഭവാൻ നിന്നെ ഞാൻ ഉപേക്ഷിച്ചേൻ ത്യാഗവും വധവും ഒക്കെ നിരൂപിച്ച് കണ്ട ജീവനായി നിന്നെ ഇന്ന് ഉപേക്ഷിച്ചു ഞാനും ജീവിച്ചു വാണിയിടുവോ ഭൂമിയിൽ എത്ര കഷ്ടം അറ്റമില്ലാതെ വിഷാദത്തെ പൂണ്ടത് കണ്ട് മറ്റുള്ള ജനങ്ങളും എത്രയും ദുഃഖം പൂണ്ടാർ അഗ്രജന്മാരെ തൊഴുതാചാര്യ പാദാബ്ജോമഗ്രെ വീണ്ടും നമസ്കരിച്ച് പുറപ്പെട്ട ചെന്നിരുന്നത് മഹാസരയൂ നദീതീരെ തന്നുള്ളിൽ ബ്രഹ്മധ്യാനമുറിച്ച് യോഗത്തോടെ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തേറ്റം പുകഴ്ത്തിനാർ ദേവേന്ദ്ര വിമാനമായി വന്നാൻ അതുനേരം സുമിത്രാത്മജനെയും വ്യാമയാനത്തിലേറ്റി അമർത്യാലയത്തിങ്കൽ സൂപിച്ചു വസിപ്പിച്ചാൽ ആതിഥേയന്മാരെല്ലാം പ്രീതന്മാരായപ്പോൾ ആദിതാതിനും എഴുന്നള്ളുമെന്നോർത്തു ഭക്തിയാ അക്കഥ കേട്ടു രഘുനാഥമാത്യന്മാരൊക്കെ വരികെന്ന് വിളിച്ചു വരുത്തിനാർ ഞാനിനി ഇവിടെ വാഴെന്നുള്ളതില്ല ന്യൂനം ആനന്ദം മൂട് സുമിത്രാത്മജൻ സ്വർഗം പുക്കാൻ വൈകാതെ ഞാനോ അവിടേക്ക് പൊക്കു വസിക്കുന്നോർ കൈകേയി സുതൻ തന്നെ വാഴുക ധരാതലം അന്നേരം പൗരന്മാരും മരിജൻ ഭരതനും മന്നവരുടെ കാൽക്കൽ വീണ്ടും മടങ്ങിയാൽ കണ്ണുനീർ വാർത്ത ചൊല്ലിനാൽ ഭരതനും എന്നെ നിന്തിരുവടി വെടിയാതിരിക്കണം നിന്തിരുവടി നരകം തന്നിൽ വസിക്കലും സന്തതം വാനോർ പൂരി തന്നിൽ വസിക്കലും പിരിഞ്ഞു വാണിയിടുവാൻ വിധിച്ചീഴെന്നെ പിരിഞ്ഞാൽ പൊറുതിയില്ലടിന്നൊരിക്കലും ശത്രുഘ്നൻ തന്നോടിവ ചെന്നറിയിക്കയെന്നു സത്വരം ഭൂതന്മാരെ അയച്ചു ഭരതനും മാനവപ്രവരുണ്ടായ ദുഃഖത്തെ കേട്ടു ഭാനുപുത്രാദിക അഭിവീരന്മാരൊക്കെ വന്നു രാക്ഷസൈന്യത്തോടും വന്നത് വിഭീഷണൻ സാക്ഷാ ശ്രീരാമചന്ദ്ര പാദങ്ങൾ വണങ്ങിനാൽ അന്നേരം പൗരന്മാരായുള്ളവർ തെരുതരെ വന്നവനീശൻ തന്നെ വന്ദിച്ചേടിനാർ അന്നേരം വസിഷ്ഠനും നൃപനോട് അരുൾ ചെയ്തു ഇന്നീ നിയമവർ ദുഃഖം തീർക്ക നീ കൃപയാലെ സന്തുഷ്ടനായ നൃപനരോട് അത് ചെയ്ത ആനന്ദ അഭിമതം നിങ്ങൾക്കെന്ന് ചൊല്ലിയിടുവിൻ നിന്തിരുവടിയോട് കൂടെ പോരുന്നു ഞങ്ങൾ ചിന്തിച്ചാൽ പിരിഞ്ഞു വാണിയിടുവാൻ ഇല്ല ധൈര്യം പുത്രധാരാദികളോട് ഒന്നിച്ചു പോരുന്നതും ഭക്തവത്സരം മുടക്കിക്കിടോ ദയാനിധി
എങ്കിലോ നിങ്ങൾ കൂടെ പോന്നു കൊണ്ടാലും ഒരു സങ്കടമതിൽ മൂലം നിങ്ങൾക്കും ഉണ്ടാകേണ്ട. ഭൂദേവന്മാരും മുനീന്ദ്രന്മാരുമായി പിന്നെ മോദേന കുശലവന്മാർക്ക് അഭിഷേകം ചെയ്തു. നാലങ്കപ്പടയോടും ധനരത്നാദികളും ബാലന്മാർക്ക് അനവധി കൊടുത്തു. രാമചന്ദ്രൻ ഗാഠമായി ആശ്ലേഷിച്ച് ചുംബിച്ചു നെറുകയിൽ ഗൂഢമായി സീതാദേവി തന്നെ ഓർത്തു. രാമൻ ശത്രുഘ്ന അതുകാലം ദൂതവാക്യങ്ങൾ കേട്ടു പുത്രന്മാരെയും ഓരോ രാജ്യവാഴിച്ചു. ബഹുവിത്തവും ചതുരംഗസേനയും നൽകി പുനത്തിലെന്നെ വാഴുവൻ തന്നെ അനുഗ്രഹിച്ചതു. പിന്നെ വേഗേന ചെന്നു രാഘവൻ തന്നെ തൊഴുതെന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് ചൊന്നാൽ നീ കൂടെ പോന്നാലുമെന്നരുൾ ചെയ്യുന്നാഥൻ ആകുലമന്നിത് സുമിത്രാതനും വാനരന്മാരും രാക്ഷസ വീരന്മാരും മാനവേന്ദ്രർ വന്നു വന്ദിച്ചാരതു കാലം. എങ്ങെഴുന്നള്ളുന്നവിടേക്കു നിന്തിരുവടി ഞങ്ങളെ കൂടെ കൊണ്ടുപോകണം. മടിയാതെ അന്നേര വിഭീഷൺ തന്നോട് രഘുപതി നന്ദിച്ചു വിളിച്ചരുളി ചെയ്തു മധുരമായി. ആദിത്യചന്ദ്രന്മാരും ആകാശഭൂമികളും യാതൊരു കാലമുള്ള കേവലം അത്ര നാളും ലങ്കയിൽ നിശാചര രാജാവായി വാഴ്ക ഭവാൻ. ആദിത്യചന്ദ്രന്മാരും ആകാശഭൂമികളും യാതൊരു കാലമുള്ള കേവലം അത്ര നാളും ലങ്കയിൽ നിശാചര രാജാവായി വാഴ്ക ഭവാൻ. സങ്കടം വിശ്വത്തിനും ഉണ്ടാകുകയില്ലെന്നാൽ പിന്നെ മാരുതി തന്നോട് അരുളി ചെയ്യുന്നതൻ മുന്നേ എന്നോട് അപേക്ഷിത്തില്ലയോ ഭവാൻ. എത്ര നാളേക്ക് രാമചരിതമുള്ളു ഭൂവി, എത്ര നാളേക്ക് ജീവിക്കണം ഞാൻ എന്നിങ്ങനെ നീ എന്നോട് അത്തിച്ചനന്തരം വന്നിടാതെ വാഴുക. പിന്നെ ബ്രഹ്മപദവും പ്രാപിച്ചാലും ധന്യാത്മാവായ വിഭീഷണനും ഹനുമാനും ഇന്ന് ഞാൻ ചൊന്നവണ്ണം വാഴുവിനെല്ലാ നാളും എന്നോടുകൂടെ പോന്ന് കൊള്ളുക മറ്റെല്ലാവരെന്നത് കേട്ടു സുഖമായി എല്ലാവർക്കും. അപ്പോൾ ഇത്തമോരോന്നേ പറഞ്ഞിരുന്ന പുലർന്നു നിത്യാചാരവും ചെയ്ത് രാമചന്ദ്രനും അപ്പോൾ ഗുരുവാ വസിഷ്ഠനോട് അഗ്നി കൈകൊള്ളുകയെന്നും പുരുഷോത്തമൻ താനും പറഞ്ഞു യഥാവിധി കർമ്മങ്ങൾ ചെയ്തു മഹാപ്രസ്ഥാനം ആരംഭിപ്പിച്ചാൽ ധർമ്മേണ അഗ്നിയുമായി നടന്നു. മുമ്പിൽ ചിലർ വേദങ്ങളോടും മഹാമന്ത്രങ്ങൾ ശക്തികളോടും സോദര മാതൃപുരാങ്കനന്മാർ പൗരന്മാരും മാനുഷ നിശാചരവാനവരോടും ആദരിച്ച അയോധ്യയിൽ വാഴുന്ന ജനങ്ങളും പക്ഷികൾ പശുക്കളും മൃഗജാതികൾ മറ്റും രക്ഷിതാവായ രഘുനാഥനോടൊക്കെ പോയാർ. ഭാഗ്യമെത്രയും നമുക്കില്ലതിന്മീതെ ഒരു സൗഖ്യമെന്നോർത്തു സകല പ്രാണികളുമെല്ലാം രാമഭദ്രസ്വാമി തന്നോടുകൂടൊക്കെ തക്ക ശ്രീമയമായ സരയോതീരം പുക്കാരല്ലോ. ബ്രഹ്മസ്തുതി. അന്നേരം അവിടെ 4.5 നാഴിക നേരം നിന്നു പരനേകാത്മാവായ നാരായണൻ സകല ജഗന്മകനായ സനാതനൻ ജഗതി നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സോടും നിന്നരുളുന്ന നേരം അംബുജാസനൻ എത്ര വന്നിതു വിമാനങ്ങൾ തോറും ദേവകളുമായി ഭക്തി കൊണ്ടു എന്നെ സ്തുതിച്ചു തുടങ്ങിയാൽ ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കും നാദാജയ. അമ്പുതി മധ്യേ പള്ളി കൊള്ളുന്ന നാദാജയ. അംബുജത്തിങ്കിലെന്നെ നിർമ്മിച്ച നാദജയം. യുദ്ധത്തിനടുത്തൊരു മധുകൈടവന്മാരെ ബദ്ധരോഷേണ കൊന്നു മുടിച്ച നാദാജയ. ദൈത്യന്മാരുടെ മഹാമേധസ് കൊണ്ടു തന്നെ ധാത്രീ മണ്ഡലത്തെ നിർമ്മിച്ചു നാദാജയ. ധാത്രിയിൽ എന്നെ കൊണ്ട് സകല ജന്തുക്കളെ പേർത്ത് നിർമ്മിച്ചൊരു പരമാത്മാവേ ജയ. കാലത്താൽ പ്രപഞ്ച സംഹാരം ചെയ്തവനെയായി നീലലോഹിതനെയായും വാണിയിടും നാദ ജയ. ഭൂപതി സത്യവ്രത അനുഗ്രഹത്തിനു മത്സ്യരൂപത്തെ പരിഗ്രഹിച്ചൊരു രാഘവ ജയ. മന്ദരമുയർത്തുവാൻ കൂർമ്മമായ അവരെ ചിന്ദ്രാദേവകളെ പാലിച്ച നാഥ ജയ. ഹിരണ്യാക്ഷനെ കൊൽവാൻ ആദിസൂകരമായി ധരണി ദേവി തന്നെ രക്ഷിച്ച നാദാ ജയ. ഹിരണ്യകശുവാമ സുരേന്ദ്രനെ കൊൽവാൻ നരസിംഹാകാരനായി ചമഞ്ഞ നാഥാജയ. 3 ലോകവും മഹാബലിയോട് അർത്തിച്ചുടൻ 3 അടിയാളെന്ന വാമനമൂർത്തി ജയ. ധരണീതന്മാരായ ദുഷ്ടരെ വധിപ്പാനായി പരശുരാമനായി പിറന്ന നാഥാജയ. രാവണൻ തന്നെ കൊൽവാൻ രാമനായി പിറന്നപ്പോൾ ദേവകൾ തന്നെ പരിപാലിച്ച നാഥാജയ.
വസുദേവാത്മജായിനി മേലിൽ ബലനായി വസുധാഭാരം തീർക്കും രേവതി പദേ ജയ ദേവകീ തനനായി കൃഷ്ണനായി പിറന്നിനി സേവകന്മാർക്ക് മുക്തി കൊടുക്കും നാദാജയ ഖഡ്ഗവും ധരിച്ചിനി കലികാലത്തിങ്കൽ കൽക്കിയായി ദുഷ്ടവധം ചെയ്തിടും നാദാജയ നിഷ്കളനായ തവ തത്വത്തെ നിരൂപിച്ച ഉൾക്കമലത്തിൽ അറിയാവതെല്ലാവർക്കും സൽഗതി അവിടുത്തവനാചാര രൂപം കൈകൊണ്ട് ഉൾക്കാമ്പിൽ നാനാഭേദഭ്രമം തീരും വണ്ണം സത്യമായുള്ള വസ്തു കാണുന്നോരുപദേശം ഭക്തനാം ശിഷ്യൻ അറിയിച്ചാൽ കണ്ടിടാമത്രേ സകല ശരീരികളുൾക്കുള്ളിലും ജീവാത്മാവായി സുഖബോധകമായ പരമാത്മാനം പരറിഞ്ഞു പുകഴ്ത്തുവാനില്ല വല്ലഭം വിശ്വം നിറഞ്ഞു മരുവീടും പുരുഷോത്തമജയ ഇക്കാലം ദശരഥപുത്രനായ യോധയിൽ വിഖ്യാത കീർത്തിയ രാമനായ മാധവജയ വിശ്വരക്ഷാർത്ഥം പിന്നെ ലക്ഷ്മണനോടും കൂടി വിശ്വാമിത്രന്റെ പിമ്പേ പോയ രാഘവജയ കാടകം പൂക്ക ശേഷം വിശ്വാമിത്രൻ ചൊല്ലാൽ താടക തന്നെ കൊല ചെയ്ത രാഘവജയ വേഗേന സിദ്ധാശ്രമം പൂക്കു കൗശികനുടെ യാഗവും പരിപാലിച്ചിരുന്ന നാഥാജയ വിശ്വാമിത്രോക്തിയ പുനരഹല്യാശാപം തീർത്തു വിശ്വനായക ശാപം ഖണ്ഡിച്ച നാഥാജയ സീതാവല്ലഭനായി പോരുമ്പോൾ മധ്യമാർഗം പ്രീതനായി ഭാർഗവനെ ജയിച്ച രാമാജയ ബന്ധുവർഗവുമായി ചെന്ന് അയോധ്യയിൽ പുക്കു പന്തീരാണ്ടാനന്ദിച്ചു വസിച്ച നാഥജയ ജനകൻ അഭിഷേകത്തിന് ഭാവിച്ച നേരം ജനനി കൈകേയും മുടക്കിക്കളകിയാൽ സീതയും അനുജയും താനുമായി വനം ബുക്കുമേതയാണ് ചിത്രകൂടത്തിങ്കൽ മേവിനക്കാലം ഖേദിച്ചു താതൻ സ്വർഗം പൂക്കാൻ എന്നത് കേട്ടു മേദിച്ചു ശേഷക്രിയത രാഘവാജയ ഭരതൻ തന്റെ ദുഃഖമടക്കി രാജ്യമെല്ലാം ഭരമേൽപ്പിച്ചു യാത്രയച്ചോരന്തരം ദണ്ഡകാരണം ബുക്കു ദുഷ്ടന വിരാതനെ ഖണ്ഡിച്ചു മുനികളെ വന്ദിച്ച നാദാജയ താപസനായ സുധീഷ്ണയും വന്ദിച്ചുടൻ ശോഭ തേടിയിടും അഗസ്ത്യാശ്രമം പൂക്ക ശേഷം താപസോത്തനാകും അഗസ്ത്യൻ കൊടുത്തൊരു ചാപവും ശരവും കൈക്കൊണ്ടുടൻ പുറപ്പെട്ടു ഗൗതമിയാകും നദി തന്നെ തീരത്തിങ്കൽ കൗതുകത്തോട് സുമിത്രാത്മജൻ ചമച്ചൊരു പർണശാലിൽ ഭാര്യ സോദര സമേതനായി ദണ്ഡമെന്നിയെ സുഖിച്ചിരുന്ന നാഥാജയ വന്നു കാമിറ്റു രാത്രി ചെറിയാം ശൂർപ്പണകർന്നരുടെ മൂക്കുമുല ഛേദനം ചെയ്ത മൂലം ക്രുദ്ധനായി 14 സഹസ്രം പടയോടും യുദ്ധത്തിനടുത്തൊരു കരനെ കൊല ചെയ്തു പൊന്മാനായി വന്ന മാരീചാസുരനുടെ പിമ്പേ സമൂഹം പൂണ്ടുപോയ നേരത്ത് ദശാനനൻ വൈദേഹി തന്നെ കട്ടുകൊണ്ടുപോയ അവസ്ഥകൾ കേരേന ജടായു ചൊന്നതിനെ കേട്ട ശേഷം മരിച്ച പക്ഷിക്കു ശേഷക്രിയകളും ചെയ്തു കരുത്തനായ കബന്ധന് സൽഗതി നൽകി ശബരിതനെ കണ്ടു വരവും കൊടുത്തുടൻ സപതി പമ്പാതീരം പൂക്കതിശോകത്തോടും നടക്കും നേരെ വായുപുത്രനെ കണ്ടുകിട്ടി പടുത്തമോടും അവൻ സുഗ്രീവൻ തന്നെക്കാട്ടി സഖ്യവും ചെയ്യിപ്പിച്ചു ബാലിയെ വധം ചെയ്തു ദുഃഖേന ചാതുർമാസമിരുന്ന നാദാജയ 4 ദിക്കിലും നാനാ വാനപ്രവരന്മാർ കാലേ പോയി അന്വേഷിക്ക ജാനകി ദേവി തന്നെ അങ്കുലിയവും ഹനുമാരുടെ കയ്യിൽ നൽകി അങ്കാദികളോടും തെക്കോട്ട് നടകൊണ്ടാർ പാതാളം തന്നിൽ സ്വയം പ്രവയെ കണ്ടുകെട്ടി പ്രീതന്മാരായി ചെന്നു വാരുതി തീരമ്പുക്കാർ സമ്പാദി വാച സമുദ്രം കടപ്പാനായി വായു സംഭവൻ മഹേന്ദ്രത്തിൻ മുകളിൽ കരേറിനാൽ വാരുതി ചാടിക്കടന്നാശു ലങ്കയിൽ ചെന്നു താരിൽ മാതിനു തിരുവാഴിയും കൊടുത്തവൻ ചൂടാരത്തവും വാങ്ങിട്ടുദ്യാനഭംഗം ചെയ്തു പ്രൗഢതയോട് മുടൽ പോരുന്നു നേരിട്ടൊരു രക്ഷോവീരന്മാരെയും രാവണ തനിയനാം അക്ഷകുമാരനെയും കൊന്നു രാവണനാകും ദുഷ്ടനെ കണ്ടു വൃത്താന്തം പറഞ്ഞിട്ടു ലങ്ക ചുട്ടു പൊട്ടിച്ചവരാനതിയും കടന്നുടൻ തുഷ്ടി പൊങ്കദാതി വാനരവുമായി വന്നിഷ്ടമോടാശു കണ്ടേൻ ദേവിയേ എന്നു ചൊന്ന മാര് തന്നെ പിടിച്ചാശ്ലേഷം ചെയ്തു ഗാഠം വാരിജാഷ്യെ ചിന്തിച്ചിരുന്ന നാദാജയ സുമുഹൂർത്തേന മഹാവാനരപ്പടയോടും സമരത്തിന് പുറപ്പെട്ട രാഘവജയ ദക്ഷിണ സമുദ്രത്തിന് ഉത്തര തീരം ബുക്കുരക്ഷോ നാഥനും വിചാരം തുടങ്ങിനാനെപ്പോൾ വന്നിങ്ങു കണ്ട വിഭീഷണി ലങ്കാനാഥൻ അഭിഷേകവും
നീന്തു വാഴിച്ചു നാദാജയാം. വരുണൻ വഴി നൽകാൻ അളവും വില്ലും വാങ്ങി ചരുവും തൊടുത്തപ്പോൾ അവനും ഭയപ്പെട്ടാൽ നളീനെ കൊണ്ട് ചിറകെട്ടിക്കൊള്ളുക ഞാൻ താൻ വഴിയും തരാമെന്ന് വരുണൻ ചൊന്ന നേരം രാമനാഥനെ പ്രതിഷ്ഠിച്ച് അനുഗ്രഹം വാങ്ങി താമസിയാതെ നളനിട്ടൊരു ചിറതന്മേൽ മർക്കടപ്പളയോളും അക്കരെ കടന്നുടൻ രക്ഷോ നായകൻ തന്നെ കൊന്ന രാഘവാജയ. തൽക്ഷണേ വിഭീഷൺ തന്നെ ലങ്കേശൻ രക്ഷോ വീരന്മാരോടും വാടിച്ച നാദാജയ. അഗ്നിയിൽ മുഴുകി വന്നൊരു ജാനകിയായ പത്നിയും പരിഗ്രഹിച്ചൊരു രാഘവാജയ. സോദര നിശാചാര വാനരപ്പടയുമായി വൈദേഹിയോടും കൂടെ പുഷ്പകം കരയേറി നന്ദി ഗ്രാമത്തിങ്കൽ വന്നിറങ്ങി ഭരതനെ നന്ദിപ്പിച്ചാശ്ലേഷം ചെയ്തൊരു രാഘവജയ. താപസ നിശാചാര വാനരവരോടും താപങ്ങളെന്നൊരു സോദര വീരരോടും ഭൂദേവാദികളാടിയ രാജ്യവാസികളോടും വൈദേഹിയോടും അയോധ്യാപുരമകമ്പുക്കും അഭിഷേകവും ചെയ്തു. ബന്ധുവർഗത്തോടും ചെന്ന വിമോദേന രാജ്യം പാലിച്ച നാഥജയം. കുംഭസംഭവൻ പറഞ്ഞൻപോട് നിശാചര സംഭവമെല്ലാം അറിഞ്ഞൊരു രാഘവജയ. മൈതേ തന്നെ അപവാദ ശങ്കയാ കളഞ്ഞാതങ്കമുള്ളിൽ മറച്ചിരുന്ന നാഥജയ. സ്വർണം കൊണ്ട് അവളുടൽ നിർമ്മിച്ചു യാഗങ്ങളും ഒന്നൊന്നായി ചെയ്തു കീർത്തി പൊങ്ങിച്ച നാഥജയ. അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം ചെയ്തു ധർമ്മദാനങ്ങൾ ചെയ്തു വസിച്ച നാഥാജയ. വാൽമീകിയുടെ ശിഷ്യരാകുന്ന കുമാരന്മാർ സൗമിത്രന്മാരായ കുശലവന്മാർ ഗാനം ചെയ്തു. ചിത്രമാം രാമായണമാകിയ കാവ്യം കേട്ടു ചിത്ത സന്തോഷം മൂണ്ടു വസിച്ച നാഥജയ. സത്യത്തെ രക്ഷിപ്പാനായി സൗമിത്രി തന്നെ ത്യജിച്ച് എത്രയും ദുഃഖത്തോടെ വസിച്ച നാഥാജയ. മൈഥിലി തനയന്മാരാകിയ കുശലവന്മാരെയും ഓരോരോ ദിശി വാഴിച്ച നാഥാജയ. സോദരമാർത്ത നിശാചരന്മാരനോട് നിശാചര വാനരോടും സാദരം അയോധ്യാവാസികൾ അവരോടും വന്നിഹ സരിയോ തീരത്തിങ്കിതു കാലം നിന്നരുളുന്ന രാമ രാഘവ ജയ ജയ. നമസ്തേ രാമ രാമ നമസ്തേ സീതാപദേ നമസ്തേ രഘുപദേ രാവണാത്മകാഹരേ നമസ്തേ നാരായണ നമസ്തേ ലക്ഷ്മീപദേ നമസ്തേ ഭുവനേക നായക കൃപാനിധി പരമാനന്ദമൂർത്തി നമസ്തേ പരമാത്മനേ പരബ്രഹ്മേ പരം പുരുഷ നമോസ്തുതേ. ചതുരാനിധി സ്തുതി ചെയ്തോരു നേരം മധുര സ്ഫുടകാക്ഷരമരുളി ചെയ്തു ദേവൻ. എന്നോടുകൂടി പോരും ജനങ്ങളെല്ലാവർക്കും വിണ്ണവരുടെ ലോകം കൊടുത്തിടുക വേണം എന്നത് കേട്ടു വിധാതാവ് അരുൾ ചെയ്തിടിനാർ. വന്നിഹ സരുവിൽ മുഴുകി വീടുവിനല്ലെങ്കിൽ വന്നിഹു സരുവിൽ മുഴുകിയിടുവിനെങ്കിൽ വാനരപ്രവരന്മാർ ഞങ്ങൾക്കു കാരണമാം. വാനരവരോട് ചെന്നു ചേർന്നത് സമസ്തരും മറ്റുള്ള ജനങ്ങളും അന്നേരം സരുവിൽ തെറ്റൊന്നു മുഴുകിപ്പോയി ദിവ്യവേഷത്തെ പൂണ്ടാർ. പൂർവ്വദേഹങ്ങളെല്ലാം ഉദകം തന്നിലാക്കി ദേവലോകവും പുക്കാർ സമസ്ത ജനങ്ങളും. വിഷ്ണുമൂർത്തിയും അനുജന്മാരോടും ഒരുമിച്ചു വിഷ്ണുലോകവും പൂക്കാൻ അമരന്മാരുമായാർ. മാനുഷാർ നിശാചാർ പക്ഷികൾ മൃഗങ്ങളും വാനരർ പിപ്പീലികാജാതികളാദിയെല്ലാം രാഘവസ്വാമിയുടെ കാരുണ്യമുണ്ടാകയാൽ നാഗലോകവും പുക്കു സുഖിച്ചിതെല്ലാവരും. ദേവകൾ സനകാദി മുനികൾ വിരിഞ്ചനും സേവിച്ചു ലക്ഷ്മീ ദേവി തന്നോടും ഭൂമിയോടും. യോഗേശനനന്ദനാം പള്ളി തൽപ്പത്തിന്മേലെ യോഗനിദ്രയും പൂണ്ടു ഭഗവാൻ നാരായണൻ. രാമനാമത്തെ ജപിച്ചിടുന്ന ജനങ്ങളും രാമസായൂജം പ്രാപിച്ചിടുവോരെന്നു ന്യൂനം. പാരിലുള്ള അജ്ഞാനികൾക്കറിവാൻ തക്കവണ്ണം ശ്രീരാമചരിതം ഞാനിങ്ങനെ ചൊല്ലിയിടിനേൽ സജ്ജനമാനന്ദിച്ചു നൽകിയിടുമെന്നനുഗ്രഹം. ദുർജനർവാ ദുർഭാഷണം ബഹുമാനിച്ചിടേണ്ട രാമചന്ദ്രസ്വാമിയൻ മാനസേ വസിക്കണം. ശ്രീ മഹാലക്ഷ്മിയോടും അതിന് വന്ദിക്കൊന്നേൻ ഇങ്ങനെ പറഞ്ഞടങ്ങിയിടിനാൾ കിളിമകൾ
തിങ്ങിനെ ഭക്തി പൂണ്ടു വസിച്ചോരെല്ലാരുമേ. അധ്യാത്മരാമായണം ഉത്തരകാണ്ഡം 3-ാം അധ്യായം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്തം ന്യായേന മാർഗേണ മഹിം മഹീഷാ, ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയാ ബുദ്ധ്യാത്മവാ പ്രകൃതോ സ്വഭാവാത് കരോതി യസ്യ സകലം പരസ്മൈ നാരായണേതി സമർപ്പയാമി. സർവം ശ്രീരാമപാദാരവിന്ദം സമർപ്പയാമി, സർവം ശ്രീരാമപാദാരവിന്ദം സമർപ്പയാമി, സർവം ശ്രീരാമപാദാരവിന്ദം സമർപ്പയാമി. ഹരിശരണം.